യേശുക്രിസ്തുനാഥ സ്നേഹവന്ദനം പ്രിയരെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന നന്മകൾ എന്തൊക്കെയായിരിക്കും? അതൊരു വലിയൊരു ഭാഗ്യമാണല്ലേ. നമ്മൾ ദൈവത്തെ ഒന്ന് ആശ്രയിക്കുന്ന ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രത്തോളം നമ്മുടെ അടുത്ത് വരും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടാലോ. അപ്പം അതിനെക്കുറിച്ച് സങ്കീർത്തന പുസ്തകം 62-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്ന ദൈവത്തെ ആശ്രയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പം അത് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ദൈവം നിങ്ങൾ അടുത്ത് വസിക്കുന്ന ആ ഒരു അനുഭവം നിങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൽപ്പോൾ ഒരു സന്തോഷം നമുക്ക് ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല അല്ലേ പ്രിയരെ. അപ്പം നമുക്ക് ആ വചനത്തിലേക്കൊന്ന് നോക്കാം. ഇപ്പം 62-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറയാണ്, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്നും വരും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്യമാണ് നമ്മൾ. ഇപ്പം നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്കൊരു കാര്യം ദൈവത്തെ ആശ്രയിക്കുന്നത് എങ്ങനെയാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. അപ്പം നമ്മൾ ഭൗതികമായി നമ്മൾ ചിന്തിക്കുന്ന രീതിയിലാണെങ്കിൽ മൗനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മിണ്ടാതെ ഇരിക്കുക എന്നുള്ളതായിരിക്കുമോ നമ്മൾ ചിന്തിക്കുന്നത്? അങ്ങനെയല്ല നമ്മൾ ഇതിനകത്ത് ചിന്തിക്കുന്നത്. നമ്മൾ മൗനമായി ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് യേശു ഇരിപ്പുണ്ട്. ആ അകത്തിരിക്കുന്ന യേശുവുമായി നമ്മൾ എന്ത് ചെയ്യും? മൗനമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസിൻ്റെ അകത്ത് വളരെ ശാന്തമായിരിക്കുന്ന അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്, മൗനമായിരിക്കുന്നു എന്ന് പറയാം. അടുത്ത പറയാം, എൻ്റെ രക്ഷ അവങ്കിൽ നിന്നും വരുന്നു. അപ്പം നമ്മുടെ രക്ഷ എവിടെ നിന്നാണ് വരുന്നത്? യേശുവെങ്കിൽ നിന്നും വരും. അപ്പം നമ്മുടെ രക്ഷകനായ യേശു കർത്താവ് എവിടെ ഇരിപ്പുണ്ട്? നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ മൗനമായിട്ട് ഇരുന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന യേശുവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ രക്ഷ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ അകത്തിരിക്കുന്ന യേശു നമ്മുടെ അകത്ത് പുറത്തേക്ക് വരാം. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയുമില്ല. അപ്പോൾ ഈ വചനത്തിനകത്ത് പറയുന്ന ആ പ്രത്യേകത മനസ്സിലാക്കും പ്രിയരെ. അപ്പോൾ ഇത് ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു വാക്യമാണ്, അവൻ എൻ്റെ പാറയാകുന്നു. അപ്പോൾ യേശു ആരാണ്? നമ്മുടെ പാറ. ഒന്ന് ആലോചിക്കുക, ഒരു പാറക്കഷ്ണത്തെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ഒരു പാറ, നമ്മളിപ്പോൾ ഈ ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ മലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പാറ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക അല്ലേ, അതൊന്നും ഇളക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒത്തിരി മിഷനറീസ് ഒക്കെ വെച്ചിട്ടാണ് ബോംബ് വെച്ചൊക്കെയാണ് നമ്മൾ ഈ പാറകളെ ഇളക്കുന്നത്. പക്ഷെ അതിൻ്റെ ആ സ്ട്രോങ്, അതിൻ്റെ ശക്തി, അപ്പോൾ അത് എത്ര വാല്യൂ ഉള്ളതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിക്കുക. അപ്പോൾ കർത്താവ് പറയാം, നമ്മുടെ രക്ഷകനായിരിക്കുന്ന നമ്മുടെ യേശു കർത്താവ് നമ്മുടെ പാറയാകുന്നു എന്ന് പറയുന്നത്. അടുത്തത് പറയാണ്, എൻ്റെ രക്ഷയാകുന്നു എന്ന് പറയുന്നു. അത് ഒന്ന് യേശു പാറ, അത് അനങ്ങത്തില്ല, ആരാലും തകർക്കാൻ സാധിക്കത്തില്ല. അത്രയും ശക്തമായിട്ടാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന യേശു. അപ്പോൾ യേശു നമ്മളെ അകത്തിരിക്കുമ്പോൾ നമ്മളെവിടെ തകർന്നു പോകും? നമ്മളെവിടെ ക്ഷീണിച്ചു പോകും? നമ്മളെവിടെ നശിച്ചു പോകാൻ പറ്റും? എവിടെയും നമ്മൾ നശിച്ചു പോകത്തില്ല. കാരണം ക്രിസ്തു എന്ന പാറ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുക. അതുകൊണ്ട് കർത്താവ് പറയുക, എൻ്റെ രക്ഷയാണ്. ഏത് സമയത്തും നമ്മളെ രക്ഷിക്കുന്ന ദൈവം, നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളും നമ്മളെ രക്ഷിക്കുന്ന ദൈവം, അത് നമ്മുടെ കൂടെ ഇരിക്കുന്നു എന്ന് പറയുന്നത്. അടുത്ത പറയാം, അവൻ എൻ്റെ ഗോപുരം, എൻ്റെ മന്ദിരമാകുന്നു, എൻ്റെ ഭവനമാകുന്നു, അവന് തന്നെ എൻ്റെ രക്ഷ. എന്താ പറയുക, ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അപ്പോൾ ഈ വചനമൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ അകത്തിരിക്കുന്ന യേശു ആരാണെന്ന് ഒരു വ്യക്തി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പറയണം പ്രിയരെ, അവൻ്റെ പാറയാണ്, അവനെൻ്റെ രക്ഷയാണ്, അവനെൻ്റെ ഭവനമാണ്, ഞാൻ കുലുങ്ങിപ്പോകുകയില്ല, ഞാൻ തളർന്നു പോകുകയില്ല, കാരണം ഞാൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ഇത് നിങ്ങൾ വാഗൊണ്ടൊന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്ഥലത്താണ് തളരാൻ പോകുന്നത്? ഏത് പ്രതിസന്ധിയിലാണ് നിങ്ങൾ തളരാൻ പോകുന്നത്? തളരാൻ പറ്റത്തില്ല. കാരണം യേശു നിങ്ങളെ സ്നേഹിക്കും. യേശു എന്ന രക്ഷകൻ നമ്മുടെ കൂടെ വസിക്കുന്നു. ഈ ഒരു ധൈര്യമാണ് ദാവീദിനുണ്ടായത്. അതുകൊണ്ടാണ് ഈ ദാവീദിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയത്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങളുടെ ഉള്ളിലും അത് ധൈര്യം ഉണ്ടായിരിക്കണം. എന്താ പറയുമോ, എൻ്റെ രക്ഷകൻ, എൻ്റെ യേശു എൻ്റെ അകത്തുണ്ട്. അങ്ങനത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കിലേക്കാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനെ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. അപ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നത്, എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, എൻ്റെ രക്ഷ എൻ്റെ യേശുവാണ്. കർത്താവ് പറയാം, എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു. അതൊരു വലിയ
ഈ വാല്യൂ ഉള്ളൊരു സംഭവം അല്ലേ? അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം എത്രയാണെന്ന് അറിയാം. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പറയും എൻ്റെ സങ്കേതവുമാകുന്നു. അപ്പം നമുക്ക് എപ്പോഴും ഉറപ്പിക്കേണ്ടത്, നിങ്ങളുടെ മുന്നിൽ സാഹചര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ട് വന്നേക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമത്തിലായിരിക്കാം, നിങ്ങൾക്ക് പ്രതികൂല സാഹചര്യങ്ങളായിരിക്കും, എങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തവണ്ണം നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ട ഒരു വാക്യമാണ്, ഒന്നും കാണാനുണ്ടാവില്ലായിരിക്കും പക്ഷെ മുന്നോട്ട് പോകാനുള്ള വഴികൾ. പക്ഷെ നിങ്ങൾ അപ്പോഴും നിങ്ങൾ പറയണം, എൻ്റെ രക്ഷയും എൻ്റെ പാറയും ഉറപ്പുള്ള ഗോപുരവും എൻ്റെ യേശുവാണ്. എൻ്റെ യേശു എൻ്റെ അകത്തിരിക്കുന്നിടത്തോളം കാലം ഞാൻ തളർന്നു പോകില്ല, നശിച്ചു പോകില്ല, ഞാൻ വീഴത്തില്ല. കാരണം ദൈവം എന്നെ ഉയർത്തും, കൈ പിടിച്ചുയർത്തും. ആരൊക്കെ നിന്ദിച്ചോട്ടെ, അവരുടെ മുന്നിലൊക്കെ ദൈവം നമ്മളെ ഉയർത്തിയെടുക്കും പ്രിയരെ. അപ്പം ആ ക്രിസ്തുവിലുള്ള രക്ഷ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്നു വെക്കുക പ്രിയരെ. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിങ്ങൾ ആഴത്തിൽ ആശ്രയിക്കുക. ഈ യേശു കർത്താവുണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും കൈവിടത്തില്ല. നിങ്ങൾ വിചാരിക്കും ഈ ലോകം മൊത്തം നിങ്ങൾ കൈവിട്ടു, പക്ഷെ ആ കൈവിട്ട സമയത്തുണ്ടല്ലോ യേശു കർത്താവ് വന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മളെ ഉയർത്തും. അതൊരു അനുഗ്രഹം തന്നെയാണ് പ്രിയരെ. അങ്ങനെ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നത് മുഖാന്തരം നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി തീരട്ടെ. ദൈവനാമം മഹത്വം കൊടുക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥന വളരണം, വചനത്തെ വളരണം, കൂടുതൽ കാര്യങ്ങൾ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് എൻ്റെ നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നമ്പറിലോട്ട് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ആ സമയത്ത് ഞാൻ കിട്ടത്തുള്ളൂ. ഞാൻ ബാക്കിയുള്ള സമയം ജോലി പോകുന്ന സമയമാണ്. അപ്പോൾ ബാക്കി ഈ സമയം വൈകുന്നേരം 6 മണി തൊട്ട് നിങ്ങൾ 9 മണി 8 മണി വരെ ഗ്യാപ്പിൽ വിളിച്ചോളൂ. അപ്പോൾ എന്നെ കിട്ടും. അപ്പോൾ ദൈവനാമം മഹത്വം കൊടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.